ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, ക്രിസ്മസ് ദിനത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്കം നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഏറ്റവും അടുത്ത ഒരുക്കം ഇന്ന് നമ്മൾ വായനയായിട്ട് എടുക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് ഉണ്ണി യേശു ജനിക്കേണ്ടത്. ഹൃദയമാകുന്ന പുൽക്കൂട് അതെങ്ങനെ വൃത്തിയാക്കാമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഹൃദയമാകുന്ന ദേവാലയം ശുദ്ധീകരിക്കേണ്ടത് പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 2:13 മുതലുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 2:13 മുതലുള്ള തിരുവചനങ്ങൾ. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാൻ ഇരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയർ കൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യഹൂദ ചോദിച്ചു, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരം എടുത്തു, എന്നാൽ 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവനിത് പറഞ്ഞിരുന്നുവെന്ന് ഓർക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. പെസഹ തിരുനാളിനെ അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല. കാരണം അവൻ അവരെ എല്ലാം അറിയാമായിരുന്നു. മനുഷ്യനെ പറ്റി ആരുടെ സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. മനുഷ്യനുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. യേശു ദേവാലയം വിശദീകരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയമാകുന്ന പുൽക്കൂട് ദേവാലയം, നമ്മുടെ ശരീരമാകുന്ന ദേവാലയം, ഹൃദയം, ആത്മാവ്, മനസ്സ്, ചിന്തകൾ, മനോവികാര വിചാരങ്ങൾ, ബോധതലം, അബോധതലം തുടങ്ങി എല്ലാം, ബുദ്ധിയുടെ തലം എല്ലാം ഒരു വിശുദ്ധീകരണത്തിന് നമ്മൾ സമർപ്പിക്കാനുള്ള ദിവസങ്ങളാണ്. വിശുദ്ധീകരിക്കാം. എന്തൊക്കെയാണ് ഈശോയ്ക്ക് ഇഷ്ടപ്പെടാത്തത്, ഈശോയ്ക്ക് വന്ന് പിറക്കാൻ സാധ്യമല്ലാത്തത് എന്തെല്ലാം എൻ്റെ ഹൃദയത്തിലുണ്ട്? എന്തൊക്കെ ഞാൻ ഉപേക്ഷിക്കണം, എന്തൊക്കെ ഞാൻ സ്വീകരിക്കണം? അതായിരിക്കട്ടെ ഈ വചനഭാഗം വായിച്ചതിന് ശേഷം നമ്മുടെ ചിന്തകൾ എല്ലാം നമുക്ക് വിശുദ്ധീകരിക്കാം. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും. ജ്ഞാനത്തിൻ്റെ പുസ്തകം. പ്രിയപ്പെട്ടവരെ, ബി ഹോളി ആൻഡ് ലീഡ് അതേഴ്സ് ടു ഹോളിനെസ്. സ്വയം വിശുദ്ധരാവുക, മറ്റുള്ളവരെ വിശുദ്ധിയിലേക്ക് നയിക്കുക. ആമേൻ.